20-25 മിനിറ്റ് സമയമാണ് ഈ ചർച്ചയ്ക്ക് കിട്ടുക. കേരളം ഒന്നാകെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരുമുന്നണിക്കും ആ ചർച്ച ഒരു പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, പൊതുവെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിനും. ആദ്യം ഞാൻ എസ് കെ സജീഷിലേക്ക് വരാം. എസ് കെ സജീഷ്, കാഫിർ പ്രയോഗമടക്കം, ഈ കോവിഡ് കള്ളി പ്രയോഗമടക്കം വ്യക്തിയധിക്ഷേപം മാത്രമല്ല, വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് വടകരയിൽ നടന്നത്. യഥാർത്ഥത്തിൽ വ്യാജ പ്രചരണങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അത് എതിർ സ്ഥാനാർത്ഥി നിഷേധിക്കുന്നില്ല എന്നതാണ് ശൈലജ ടീച്ചർ പറയുന്നത്. പക്ഷേ ഷാഫി പറമ്പിൽ പറയുന്നത് വ്യാജ കാർഡ് ഇറക്കി ഇങ്ങനെയൊരു പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണം തങ്ങൾ നടത്താത്തിടത്തോളം കാലം ഞങ്ങൾ എന്തിനാണ് തള്ളിപ്പറയുന്നത് എന്നാണ്. അപ്പോൾ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ഷാഫി പറമ്പിലിനെ സംശയിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത്. രണ്ട്, വ്യക്തിയധിക്ഷേപം എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ് എന്നാണ് UDF പറയുന്നത്. അത് കോവിഡ് കാലത്തെ ഈ കണക്കുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. എങ്ങനെയാണ് CPM ഈ വിഷയത്തെ സമീപിക്കുന്നത്, എസ് കെ സജീഷ്? ഡോക്ടർ അരുൺ, ഇതിലൊരു കാര്യം, ഇവരേതു തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയാലും വർഗീയപരമായി ഈ നാടിനെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പഴയ കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ വടകരയുടെ മണ്ണ് ജനാധിപത്യപരമായി അതിശക്തമായി പ്രതികരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും ചെയ്യും. ഇവിടെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നന്നാവുക. അരുണുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയുണ്ടല്ലോ. ഡോക്ടർ അരുൺ അശ്വമേധത്തിൽ ടീച്ചറുമായി സംസാരിക്കുകയും അതിപ്പോൾ ഇവിടെ സംരക്ഷണം ചെയ്യുകയും ചെയ്തു. ഷാഫി എത്രമാത്രം കളവാണ് പറയുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോഴും ആ തെളിവ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഡോക്ടർ അരുൺ ഇപ്പോൾ ഇവിടെ സംരക്ഷണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ തന്നെ അത് കൃത്യമായി നിഷേധിക്കുകയും തെറ്റായ രീതിയിലാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നിങ്ങൾ നോക്കൂ, എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് കോൺഗ്രസ് ലൈവ് എന്ന് പറയുന്ന 21,000 പേർ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനകത്ത് ഇപ്പോഴും ആ വീഡിയോ സജീവമാണ്. അത് അവർ നിഷേധിക്കുന്നില്ല. അവരിപ്പോഴും ആ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പല അക്കൗണ്ടുകളിലും ഇപ്പോഴും പലയിടത്തും ഇത്തരം ഫേക്കായിട്ടുള്ള, താങ്കൾ പോലും നിഷേധിക്കുന്ന, റിപ്പോർട്ടർ ചാനൽ പോലും നിഷേധിക്കുന്ന കാര്യം ഇപ്പോഴും തുടരുകയാണ്. അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെയാണ് ഫേക്ക് വീഡിയോ ആണ് എസ് കെ സജീഷ് സൂചിപ്പിച്ചത്. റിപ്പോർട്ടർ ടിവിയുടെ അഭിമുഖത്തിൽ നടത്തിയെടുത്ത ഒരു വീഡിയോ പ്രചരിപ്പിച്ചു. മതതീവ്രവാദികളാ മുസ്ലിങ്ങളെല്ലാം മതതീവ്രവാദികളാ? രണ്ട് കാര്യം കൂടി പറയാം. മുസ്ലിങ്ങളെല്ലാം മതതീവ്രവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു, എന്ന് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. Debate with Arun Kumar.